സഖാക്കളെ, ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച AITUC ജില്ലാ സെക്രട്ടറി സഖാവ് ശിവരാജൻ, UFPU കൺവീനറും അധ്യക്ഷനും മറ്റ് ഘടക സംഘടനാ നേതാക്കളും അതുപോലെ തന്നെ UFPUവിന്റെ ഘടക സംഘടനകളെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എന്റെ ബാങ്ക് സ്വകാര്യവൽക്കരിക്കപ്പെടുമോ എന്ന ആശങ്കയാണ് ഈ സമരത്തെ നശിപ്പിക്കാനും തകർക്കാനും വേണ്ടി. ഇന്നിവിടെ കൂടിയിരിക്കുന്ന സഖാക്കൾ, അതിൽ ഒരുപാട് പേർ സ്വകാര്യ ബാങ്കുകളിൽ നിന്നുള്ളവരുണ്ട്. ഞങ്ങളുടെ ബാങ്ക് ഓൾറെഡി പ്രൈവറ്റൈസ് ചെയ്തിരിക്കുകയല്ലേ, സ്വകാര്യ മേഖലയിലല്ലേ, നമുക്കതിനെ വളരെ എളുപ്പം എതിർത്ത് തോൽപ്പിക്കാൻ സാധിക്കും. ഇതൊരു രാഷ്ട്രീയ തീരുമാനമല്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു രാഷ്ട്രീയ തീരുമാനമല്ല, മറിച്ചൊരു രാഷ്ട്രീയ നയം. എന്താ രാഷ്ട്രീയ നയം? നിങ്ങൾ ഇന്ന് രാജ്യത്തിന്റെ നാനാ മേഖലകളിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സമര സഖാക്കളെ എന്ന് നമുക്ക് വിളിക്കാൻ പാടില്ല കേട്ടോ. ഇപ്പൊ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന എല്ലാവരും സമര ജീവികളാണ്. ഈ രാജ്യത്തിന്റെ പരമോന്നത നിയമനിർമ്മാണ സഭയിൽ വെച്ച് നമ്മൾക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇട്ട പേര് അഭിസംബോധന ചെയ്ത് ആഹ്ലാദത്തോടു കൂടിയിട്ടാണ്, എനിക്ക് സന്തോഷത്തോടു കൂടിയിട്ടാണ് പറയാൻ സാധിക്കുന്നത്, ഞാനും ഒരു സമരജീവിയാണ് ഈ രാജ്യത്ത്, ഞാനൊരു പലാനഭോജിയാണെന്നും ഞാനൊരു ഇത്തിൽ കണ്ണിയാണ് കർഷകരെ വിളിച്ചതാണ്. അപ്പോ ഈ രാജ്യത്തുടനീളം ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ, ഈ രാജ്യത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ, ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാൻ എത്രയോ സമരജീവികളാണ് ഈ രാജ്യത്തുടനീളം സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമരം എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം പിന്നിൽ നിങ്ങൾക്കൊരു രാഷ്ട്രീയ നയം കാണാൻ സാധിക്കും. അതൊരു തീവ്ര വലതുപക്ഷ നയമാണ്. എന്താണ് തീവ്ര വലതുപക്ഷ നയം? ആ തീവ്ര വലതുപക്ഷ നയം രണ്ടുപേർ വളരെ കൃത്യമായി എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞു. 2021 ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറഞ്ഞു, ലെസ് ഗവൺമെന്റ് മോർ ഗവേണൻസ്. എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന സാധനമാണ്. ലെസ് ഗവൺമെന്റ് മോർ ഗവേണൻസ്. ഇത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ പരസ്യ പ്രചാരണം എന്നോണം നീതി ആയോഗിനെ ചെയർമാൻ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു. എന്താ? ഗവൺമെന്റ് ഹാസ് നോ ബിസിനസ് ബീയിങ് ഇൻ ബിസിനസ്. ഇത് രണ്ടുമാണ് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ നയം. ഗവൺമെന്റിന് പൊതുമേഖലയിൽ താല്പര്യമില്ല. നമ്മുടെ രാജ്യത്തെ ഭരണഘടന, ഇന്നലെ തിരുവനന്തപുരത്ത് സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ബഹുമാനപ്പെട്ട MP സഖാവ് ബിനോയ് വിശ്വം പറഞ്ഞ വാക്കുകളാണ്. ഈ രാജ്യത്തെ ഭരണഘടന എഴുതിയതാരാ? ഈ രാജ്യത്തെ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ ഡിക്ലറേഷൻ ആണ് വി ദ പീപ്പിൾ ഹിയർബൈ solemnly affirm. തുടങ്ങുന്നത് ഭരണഘടന. നമ്മൾ എഴുതിയതാണ് ഭരണഘടന. ഈ രാജ്യത്തെ ജനങ്ങൾ എഴുതിയതാണെന്ന് ഭരണഘടന. ഈ രാജ്യത്തെ ജനങ്ങൾ എഴുതിയ, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി എഴുതിയ ഭരണഘടനയിലെ ആർട്ടിക്കിൾ അനുച്ഛേദം 26 മുതൽ 51 വരെ എന്താ പറയുന്നത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്താകണം, നയം എന്താകണം. ഈ രാജ്യത്തൊരു നിയമം ഉണ്ടാകുമ്പോൾ, ഈ രാജ്യത്തൊരു നയം രൂപവൽക്കരിക്കുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ട് അത് സംയോജിപ്പിച്ച് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഉൾക്കൊണ്ടുകൊണ്ട് എഴുതി തയ്യാറാക്കിയ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറയുന്നത്, ഈ രാജ്യത്ത് നിങ്ങളൊരു നയം ഉണ്ടാക്കുമ്പോൾ, ഒരു നിയമം നിർമ്മിക്കുമ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ടവന്റെ മുഖം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഈ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ടവന്റെ മുഖം. അതാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പറയുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു ഗ്രൗണ്ടിനുള്ളിൽ ഒരു പിച്ചിൽ രണ്ടറ്റത്തായി നിന്ന് ഈ ബാറ്റ്സ്മാൻമാർ ബാറ്റ് ചെയ്യുന്നത് അല്ലേ? ക്രീസിന്റെ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സ്റ്റംപ് ചെയ്ത് ഔട്ടാക്കി കളയും നമ്മളെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ക്രീസിനുള്ളിൽ നിന്ന് കളിക്കണമെന്ന്. അങ്ങനെ നിന്ന് കളിക്കണമെന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. നിങ്ങൾ നിയമം ഉണ്ടാക്കുമ്പോൾ ഈ ക്രീസിനുള്ളിൽ നിന്ന് കളിക്കണമെന്ന്. എന്നാൽ ഇന്ന് ക്രീസിന് പുറത്തുമല്ല, പിച്ചിന്റെ പുറത്തുമല്ല, ഗ്രൗണ്ടിന്റെ പുറത്താണ് കളി നടക്കുന്നത് പാർലമെന്റിൽ. ഇതൊന്നുമില്ല.
ഭരണഘടന ഇല്ല. അതൊരു നോട്ടീസ് ബോർഡാണ്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ബില്ലുകൾ ഞങ്ങൾ അവിടെ കൊണ്ട് പതിക്കും. അത് പാസ്സാകണം, ഇല്ലെങ്കിൽ പാസ്സാകുമെന്ന് ഞങ്ങൾ ഉറപ്പാക്കും. ഇങ്ങനെ പാസ്സാക്കിയെടുത്ത വിവിധ ബില്ലുകൾക്കെതിരെ ഇന്ന് രാജ്യത്തുടനീളം സമരം ചെയ്തുകൊണ്ടിരിക്കുക. ഈ സമരത്തിന്റെ എല്ലാം അടിസ്ഥാനം സ്വകാര്യവൽക്കരണ നയമാണ്, രാഷ്ട്രീയ നയമാണ്. കർഷകർക്ക് എന്താ പ്രശ്നം? മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കില്ല. ഞാനൊരു അഗ്രികൾച്ചർ ബിരുദ വിദ്യാർത്ഥി ആയതുകൊണ്ട് വേദനയുണ്ട്. നമ്മൾ ഈ മണ്ടി എന്ന് പറയുന്ന മാർക്കറ്റുകളിൽ ഒരുപാട് പോയി പഠനം നടത്തിയിട്ടുണ്ട്. ഈ മണ്ടികളിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നന്ന് കൃഷി ഇറക്കി വളമിട്ട് കൊയ്ത് മെതിച്ച് കൊണ്ടുവരുന്ന ഉൽപ്പന്നം അവൻ അന്ന് വാങ്ങിക്കണം, എന്നാലേ അടുത്ത കൃഷി ഇറക്കാൻ പറ്റും. കാത്തു നിൽക്കില്ല. അഗ്രികൾച്ചർ വെയിറ്റ്സ് ഫോർ നത്തിങ് എന്നാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്, ഫസ്റ്റ് സെമിസ്റ്ററിൽ പഠിപ്പിക്കുന്നതാണ്. അഗ്രികൾച്ചർ കൃഷി ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. അടുത്ത വിളവിറക്കാൻ അവന് പൈസ വേണമെന്നുണ്ടെങ്കിൽ അവൻ അന്ന് ഡൽഹിയിൽ നിന്ന് ഇവിടെ തിരുവനന്തപുരത്ത് കൊണ്ട് 30 രൂപ അധികം കിട്ടുന്ന ആ അരി വിൽക്കാൻ പറ്റില്ല എന്ന് അവൻ അവിടെ വിൽക്കണം. അതല്ലാതെ നിങ്ങൾക്ക് ഈ രാജ്യത്ത് എവിടെ വേണമെങ്കിലും ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാമെന്ന് പറയുന്നത് അഗ്രികൾച്ചർ അല്ല, അതൊരു സംസ്കാരമല്ല, അതൊരു ബിസിനസ്സാണ്. അഗ്രികൾച്ചർ ഇസ് എ കൾച്ചർ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച നമ്മളോട് അത് തിരുത്തി പറയാൻ അവർ ആവശ്യപ്പെടുക. ഇതെല്ലാം ഒരു ബിസിനസ്സാണ്. ഇന്ന് ഈ രാജ്യം മുഴുവനും 2 വാക്കുകളിലാണ് ഓടുന്നത്: ലാഭം, നഷ്ടം. ഈ 2 വാക്കുകളിലാണ് ഇന്ന് ഈ രാജ്യമേ പോകുന്നത്. ലാഭം എന്താണെന്ന് നോക്കുന്നത്. പൊതുമേഖല ഇല്ല. ഞങ്ങൾക്ക് പൊതുമേഖലയിൽ പ്രവർത്തിക്കാൻ താല്പര്യമില്ല. ഞങ്ങൾ അതിൽ നിന്നൊക്കെ പിൻവാങ്ങുകയാണ്. നിങ്ങൾ ഇന്നലെ മെനഞ്ഞാന്നൊക്കെയായി ഇവിടെ കോവിഡ് വാക്സിൻ എടുക്കാൻ പോയിട്ടുണ്ടാവും സർക്കാർ സ്ഥാപനങ്ങളിൽ. ഏതെങ്കിലുമൊക്കെ സർക്കാർ ആശുപത്രിയിലെ നഴ്സ് നിങ്ങൾക്ക് കോവിഡ് വാക്സിൻ കുത്തിവെച്ച് കഴിയുമ്പോൾ നിങ്ങൾ അവരോട് ചോദിച്ചായിരുന്നോ നിങ്ങൾ ഈ രാജ്യത്തിന് ഉണ്ടാക്കി കൊടുക്കുന്ന ലാഭം എന്താണെന്ന്? മാസം ചോദിക്കില്ല, ചോദിക്കാൻ പറ്റില്ല. കാരണം പൊതുമേഖല എന്ന് പറയുന്നതിന്റെ അന്തസത്ത, സാങ്ക്ടിറ്റി അതാണ്. ജനങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടവൻ എന്നും നടന്നു കയറി ചെല്ലാൻ വേണ്ടിയാ പൊതുമേഖല. അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരാനാ പൊതുമേഖല. അരികവൽക്കരിക്കപ്പെട്ടവന്റെ സ്വപ്നമാ പൊതുമേഖല. ആ സ്വപ്നമാണ് ഇവർ എറിഞ്ഞ് തകർക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഈ രാഷ്ട്രീയ നയത്തെ പറ്റിയാണ്. കർഷക സമരത്തിന്റെ ബേസ് മിനിമം സെല്ലിംഗ് പ്രൈസ് കൊടുക്കാൻ പറ്റില്ല, അതൊരു ബിസിനസ് ആക്കി മാറ്റണം എന്നാണ്. എങ്കിൽ ഇന്ന് പൊതുമേഖല മുഴുവൻ വിറ്റ് നിൽക്കുന്നത് പണം കണ്ടെത്താൻ വേണ്ടി മാത്രമല്ല, ഇതൊരു രാഷ്ട്രീയ നയം കൂടിയാണ്. അതുകൊണ്ടാണ് ഇതിനെ എതിർത്ത് കൽപ്പിക്കേണ്ടത്. ഈ രാജ്യത്തെ ജനങ്ങളോട് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കണം. ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കണം. നിങ്ങൾക്ക് നാളെ പോകാൻ ഒരു ആശുപത്രി ഉണ്ടാവില്ല, സർക്കാർ ആശുപത്രി ഉണ്ടാവില്ല, നയം മാറുകയാണ്. നിങ്ങൾക്ക് കയറി സഞ്ചരിക്കാൻ റെയിൽവേ ഉണ്ടാവില്ല, തുച്ഛമായ വിലക്ക്. ഈ ടിക്കറ്റ് ഉണ്ടാവില്ല. ജനറൽ കമ്പാർട്ട്മെന്റ് 2 എണ്ണം ഇതിന്റെ പുറകിൽ അറ്റാച്ച് ചെയ്ത് വിടാറുണ്ട്. അത് ഉണ്ടാവില്ല. AC മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. പാവപ്പെട്ടവന് വിദ്യാഭ്യാസം ഒരു അവകാശമാണെങ്കിൽ അവന് ഹയർ എഡ്യൂക്കേഷൻ ഒരു അവകാശമല്ല. അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രമായി രാജ്യത്ത് അവകാശം. പാവപ്പെട്ടവന്റെ മക്കളെയും ഡോക്ടറാകാൻ, എഞ്ചിനീയറാകാൻ, പൈലറ്റാകാൻ, വിദേശത്ത് പോയി പഠിക്കാൻ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ച ബാങ്കുകൾ ആ പൊതുമേഖലാ ബാങ്കുകൾ. ഈ പൊതുമേഖല നാളെ ഉണ്ടാവില്ല എന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഈ സമരത്തെ ഏതെങ്കിലും ഒരു പൊതുജനം എതിർക്കുന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ പറയണം, പറഞ്ഞ് മനസ്സിലാക്കണം. ഈ രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളുടെ വാതിൽ നിങ്ങൾക്കായി 2 ദിവസം അടഞ്ഞു കിടക്കുന്നുവെങ്കിൽ ഞങ്ങൾ 2 ദിവസം സമരം ചെയ്ത് ഈ സാലറി, ശമ്പളം പറഞ്ഞ് ഇത് അടച്ചിടുന്നുവെങ്കിൽ അതിനി നാൾക്കുനാൾ നീണ്ട കാലഘട്ടങ്ങളിൽ പൊതുമേഖലാ ബാങ്കിന്റെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി അടയാതിരിക്കാനാണ്. അതെപ്പോഴും നിങ്ങൾക്കായി തുറന്നു തന്നെ കിടക്കാൻ വേണ്ടിയാണ്. അത് പറഞ്ഞ് മനസ്സിലാക്കി അവരെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കും. എങ്കിലേ ഈ സമരം ഇതൊരു വലിയ ഉദ്യമമാണ്. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് 2 ദിവസത്തെ സമരം ചെയ്യുന്നത് ഇന്നുകൊണ്ട് അവസാനിക്കുന്നില്ല. ഇതൊരു വലിയ ഉദ്യമമാണ്. ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും തീരരുത്. കാരണം ഇത് നയത്തിന്റെ പ്രശ്നമാണ്. സ്വകാര്യവൽക്കരണ നയം, അതിനു വേണ്ടിയിട്ടാണ് ഈ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പിൻപറ്റി നടക്കുന്നതെല്ലാം, നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം. അല്ലേ? മണിച്ചിത്രത്താഴ് സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്. മണിച്ചിത്രത്താഴ് സിനിമയിൽ പറയുന്നത് ഈ മാടമ്പള്ളിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഓരോ അർത്ഥമുണ്ടെന്നും അത് നിങ്ങൾക്കവർക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് പറയുന്നത്. അതേപോലെ ഒരു മാടമ്പള്ളിയാണ് ഇന്ന് ഈ രാജ്യം. ഇവിടെ നടക്കുന്ന ഓരോന്നിനും ഒരു അർത്ഥമുണ്ട്. അതൊന്നും വെറുതെയല്ല നടക്കുന്നത്. പ്രധാനമന്ത്രി ഇന്ന് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വകാര്യ
വ്യക്തികളെ നിങ്ങൾ താറടിച്ച് കാണിക്കരുത്. ഈ രാജ്യത്തിന് സ്വകാര്യ വ്യക്തികൾ വേണം. വെൽത്ത് ക്രിയേറ്റേഴ്സ് അവരാണെന്നാണ് പറയുന്നത്. ഈ രാജ്യം 45% മൊത്തം ആഭ്യന്തര ഉൽപാദനം കർഷകരാണ് തന്നുകൊണ്ടിരുന്നത്. അവരെ തെരുവിൽ 78 പേര് മരിച്ചു വീണു. വിഷമമില്ല. പറയുന്നത് കോർപ്പറേറ്റുകളെ ചെളിവാരി എറിയരുത്. കാരണം എന്താ? കോർപ്പറേറ്റുകളാണ് ഈ രാജ്യത്തിന്റെ GDP ബൂസ്റ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. തെറ്റാണ്, വിവരദോഷമാണത്. ഈ രാജ്യത്തിന്റെ ഏറ്റവും കൂടുതൽ ആഭ്യന്തര ഉൽപാദനത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സേവന മേഖലയാ, സർവീസ് സെക്ടറാണ്. സർവീസ് സെക്ടറിന്റെ 60-65% നമ്മുടെ രാജ്യത്ത് അൺഓർഗനൈസ്ഡ് ആണെന്ന്. ഓർഗനൈസ്ഡ് അല്ല. ടാറ്റ, അംബാനി, അദാനി പോലെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കമ്പനികളല്ല ഈ രാജ്യത്തെ സർവീസ് സെക്ടറിന്റെ ഭൂരിഭാഗവും കൈയാളുന്നത്. ഇപ്പോഴും 60% അൺഓർഗനൈസ്ഡ് സെക്ടറാണ്. ഈ പാവപ്പെട്ടവൻ നടത്തുന്ന ചായക്കട മുതൽ റേഷൻ കട മുതൽ എല്ലാം, സൂപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം സർവീസ് സെക്ടറാണ്. ഈ സർവീസ് സെക്ടറിനെ പിടിച്ചു നിർത്താൻ അവർക്ക് ക്യാപിറ്റൽ ഉണ്ട്, മൂലധനമുണ്ട് എന്ന് ഉറപ്പാക്കാൻ പൊതുമേഖലാ ബാങ്ക് തന്നെ വേണം. അതല്ലാതെ ഒരു പ്രൈവറ്റ് ബാങ്കിന് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ രാജ്യത്തെ സ്വകാര്യവൽക്കരണ നയം ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിനനുസരിച്ച് നമ്മളെയും ഈ രാജ്യത്തെ ജനങ്ങളെയും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ്, ചരിത്രം മറക്കാൻ പ്രേരിപ്പിക്കുകയാണ്, സത്യം മനസ്സിലാക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ്. അതിനുവേണ്ടി എല്ലാം അവർ വിലക്കെടുത്തു കഴിഞ്ഞു. മാധ്യമങ്ങളെല്ലാം വിലക്കെടുത്തു. ഒരെഴുത്തും നിങ്ങൾക്ക് വായിക്കാൻ കിട്ടില്ല ഈ രാജ്യത്തെ പൊതുമേഖലയുടെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നതിനെ കുറിച്ച്. കാരണം എന്താ? പ്രൈവറ്റൈസേഷന്റെ പരസ്യമാണ് ഇന്ന് രാജ്യം മുഴുവനും ഓടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരെഴുത്തും വായിക്കാൻ കിട്ടില്ല. ഇതിപ്പോ എല്ലാം പ്രൈവറ്റ് സെക്ടറിൽ എത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാം ശരിയാവുമെന്ന് പറഞ്ഞാണ് ഈ പ്രചരണം നടക്കുന്നത്. ഇതിന്റെ പിന്നിൽ അജണ്ടയാണ്, സ്വകാര്യവൽക്കരണ അജണ്ട. ഇതൊരു തീവ്ര വലതുപക്ഷ നയമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഗവൺമെന്റിന് പോലീസ്, പട്ടാളം ഇത് രണ്ടും മാത്രം മതി. ബാക്കി ഒരു മേഖലയിലും ഗവൺമെന്റിന് കാര്യമില്ല. അത് ഉണ്ട് കേട്ടോ. ഈ ലോകത്ത് മറ്റു ഒരുപാട് രാജ്യങ്ങളുണ്ട്. പോലീസ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന രാജ്യമുണ്ട്. നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യം ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണ്. എന്നാൽ ഈ രാജ്യത്തെ വെൽഫെയർ സ്റ്റേറ്റ് എന്ന നിലയിൽ നിന്നും മാറ്റി ഒരു പോലീസ് സ്റ്റേറ്റ് ആക്കി മാറ്റി ഭരണം മാത്രം കൈയാളാം എന്ന് വിശ്വസിക്കുന്ന ചിലരുടെ അജണ്ടയാണ് ഈ സ്വകാര്യവൽക്കരണം. ഈ സ്വകാര്യവൽക്കരണം നമുക്ക് എളുപ്പം മനസ്സിലാവാൻ വളരെ കഠിനമായ ഭാഷയിൽ അമേരിക്കൻ തത്വചിന്തകൻ നോം ചോംസ്കി പറഞ്ഞ ഒരു വരിയുണ്ട്. There is a standard technique of privatization. Defund, make sure things don't work. People get angry, then invite private capital. ഒന്നും മനസ്സിലായില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് കഠിനമായിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇത് എല്ലാ മേഖലയിലും പരീക്ഷിച്ച് തെളിയിച്ച വിപ്ലവകരമായ ഒരു ടെക്നിക്കാണ്. അതുകൊണ്ട് ഇതിനെ സ്റ്റാൻഡേർഡ് ടെക്നിക്ക് എന്ന് വിളിക്കുന്നത്. സ്റ്റാൻഡേർഡൈസിംഗ് കഴിഞ്ഞ ടെക്നിക്ക് കേട്ടോ. സ്റ്റാൻഡേർഡ് ടെക്നിക്ക്. എന്താ സ്റ്റാൻഡേർഡ് ടെക്നിക്ക്? ഡീഫണ്ട്. ആദ്യം നിങ്ങൾക്ക് മൂലധനമില്ല എന്ന് ഉറപ്പാക്കണം. പ്രൈവറ്റൈസ് ചെയ്യാനുള്ള ടെക്നിക്കിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം മൂലധനമില്ല എന്ന് ഉറപ്പാക്കണം. ഡീഫണ്ട് ചെയ്യണം. എങ്ങനെ മൂലധനമില്ല എന്ന് ഉറപ്പാക്കണം? ഈ രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളുടെ ക്യാപിറ്റൽ അഡിക്വസി കുറച്ചു കൊണ്ടുവന്ന് അവരെ ഞെരുക്കി ശ്വാസം മുട്ടിച്ച് PCA എന്ന ഓമന പേരിട്ട് വായ്പ കൊടുക്കുന്നില്ല എന്നവരെ ഉറപ്പാക്കി. ബേസൽ ക്രീം അംശം പറയുന്ന ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ 8% ഇവിടെ 9% വേണമെന്ന് അവർ പറഞ്ഞു. രാജ്യത്തെ ഇന്ന് ഏറ്റവും കൂടുതൽ മോർഗേജ് ബേസ്ഡ് ലെൻഡിംഗ് നടക്കുന്ന നമ്മുടെ രാജ്യത്തെ ബാങ്കിംഗ് മേഖലയിൽ പ്രൊവിഷനിങ് 35-40% മതി. 85% പ്രൊവിഷനിങ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 1,50,000 കോടി രൂപ പൊതുമേഖലാ ബാങ്കുകൾ ഓപ്പറേറ്റിംഗ് പ്രവർത്തന ലാഭമുണ്ടാക്കുമ്പോൾ അതിൽ നിന്നും 85% പ്രൊവിഷൻ വെക്കാൻ നിർബന്ധിക്കുക. ലാഭമില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൂലധനം മുഴുവൻ ഒഴിച്ചു പോവുക. മൂലധനം ഒഴിച്ചു പോകുമ്പോൾ ഡീഫണ്ടിങ് സംഭവിക്കുക. ഇവിടെ ഇരിക്കുന്ന ചിലരെങ്കിലും ചോദിക്കും, അപ്പൊ 3,25,000 കോടി രൂപ ഞങ്ങൾക്ക് തന്നില്ലേ? തന്നു. ശരിയാ, തന്നു. 2019-ലും 2020-ലും ഒക്കെ ഒരുപാട് റീക്യാപിറ്റലൈസേഷൻ നടത്തിയിട്ടുണ്ട്. ഈ റീക്യാപിറ്റലൈസേഷൻ നടത്തി കഴിഞ്ഞ 10 വർഷം കൊണ്ട് 3,25,000 കോടി രൂപ നമ്മുടെ പൊതുമേഖലാ ബാങ്കുകൾക്ക് കേന്ദ്ര സർക്കാർ തന്നെങ്കിൽ 8 ലക്ഷം കോടി രൂപ മറുഭാഗത്ത് എഴുതി തള്ളി. ആ കണക്കും കൂടെ പരിശോധിക്കണം നമ്മൾ. ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോഡ് എന്ന ഓമന പേരിട്ട് റൈറ്റ് ഓഫ് എഴുതി തള്ളൽ നിയമപരമാക്കി
നിയമപരമാക്കി മാറ്റി NCLT വഴി എഴുതിത്തള്ളിയത് 8 ലക്ഷം കോടി രൂപയാ. എവിടെ നിന്ന് പോയി? നമ്മുടെ ലാഭത്തിൽ നിന്ന് പോയി. ഡീഫണ്ടിങ് അവർ ഉറപ്പാക്കിയെന്ന് മാടമ്പള്ളിയാണ്. പെട്ടെന്ന് മനസ്സിലാവില്ല. ഡീഫണ്ടിങ് കഴിഞ്ഞു. ഡീഫണ്ടിങ് കഴിഞ്ഞപ്പോ ഇത് ഇന്നലെ തുടങ്ങിയതല്ല കേട്ടോ, ഇതിന് 15 വർഷമായി തുടങ്ങി. 1991 ഡിസ്ഇൻവെസ്റ്റ്മെന്റ് മിനിസ്ട്രി കൊണ്ടുവന്ന രാജ്യമായിരുന്നു. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് മിനിസ്റ്റർ വെച്ച രാജ്യമായിരുന്നു. അപ്പൊ തുടങ്ങി ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം, നവസ്വകാര്യവൽക്കരണം എന്നൊക്കെ പറഞ്ഞ് മറ്റ് പല പേരുകളിൽ ഇതൊക്കെ പണ്ട് മുതലേ ഉണ്ട്. അപ്പോ പറഞ്ഞു വന്നത്, ഡീഫണ്ടിങ് കഴിയുമ്പോൾ അടുത്ത പടി മേക്ക് ഷുവർ തിങ്സ് ഡോണ്ട് വർക്ക്. കഴിഞ്ഞ 10-15 വർഷമായിട്ട് കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊതുമേഖലാ ബാങ്കിൽ ഒന്നും നടക്കുന്നില്ല, ഉറപ്പാക്കിക്കൊണ്ടിരിക്കുക. പ്രൈവറ്റൈസേഷന്റെ 2ാം ഘട്ടമായിരുന്നു. നമ്മൾ അന്താളിച്ചു പോയിട്ടുണ്ട്. നമ്മളൊന്നും ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കേണ്ട, ബാങ്കിലിരിക്കേണ്ട, നിങ്ങളാരും ലോൺ കൊടുക്കണ്ട, നിങ്ങൾ ആധാർ മാത്രം ചെയ്താൽ മതി എന്ന് 2013 പറഞ്ഞപ്പോ നമ്മൾ ഞെട്ടിപ്പോയി. എന്ത് രസം! നമ്മളെല്ലാവരും റോഡ് ഇറങ്ങി ആധാർ ഉണ്ടാക്കാൻ പോകുന്നു. ആധാർ ഉണ്ടാക്കി അവസാനം നമ്മുടെയൊക്കെ കൊലവള്ളിക്ക് പിടിച്ചു. ഇടുക്കിയിൽ ഞാൻ മാനേജറായിട്ടിരിക്കുമ്പോ, അന്ന് യൂണിയൻ ബാങ്കാ ഇടുക്കിയിൽ വീട്. ഇപ്പോഴും ഇടുക്കി ബ്രാഞ്ച് മാനേജറായിട്ട് ഇരിക്കുമ്പോ 2013 ഭയങ്കര പ്രഷറാട്ടോ. ആധാർ എവിടെയാണ്? നിങ്ങൾ എല്ലാ ദിവസവും 50 ആധാറെങ്കിലും ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. ഇത് ആധാർ എന്തോ അപ്പം ചുടുന്ന പോലെ ചുട്ടെടുക്കാം എന്നാണ് അന്ന് വിചാരിച്ചിട്ടിരുന്നത്. അങ്ങനെ ഞാൻ ഇടുക്കി ജില്ലാ കളക്ടറെ കണ്ടു. ഇടുക്കി ജില്ലാ കളക്ടറെ കണ്ടിട്ട് ഞാൻ ചോദിച്ചു, സാറേ ആധാറിന്റെ പെനിട്രേഷൻ റേറ്റ് എത്രയാണ് സാർ ഇവിടെ? അദ്ദേഹം എല്ലായിടത്തും നോക്കിയിട്ട് പറഞ്ഞു 106%. അപ്പൊ ഞാൻ കേന്ദ്ര ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഞങ്ങളൊരു GM ഉണ്ട്. ഞാൻ GM വിളിച്ച് പറഞ്ഞു, സാറേ ആധാദിപ്പിൽ അറുമാദിപ്പിൽ ഇടുക്കിയിൽ 100 പേർക്ക് 106 ആധാർ ഉണ്ടെന്ന്. 106% ആധാറിന്റെ. എങ്ങനെ ഇല്ലാതിരിക്കും? വഴി കൂടെ പോകുന്ന സാർ ആധാറുണ്ട്, അത് പറ്റില്ല, ഒരു ചായ കുടിച്ചിട്ട് പോയേ പറ്റൂ എന്ന് പറഞ്ഞല്ലേ നമ്മൾ ആധാർ കൊടുക്കേണ്ടിരുന്നത്. ഇന്ന് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലും 1-2 മറ്റ് ബാങ്കുകളിലും ഒക്കെ ആധാർ 2 ആധാറെങ്കിലും മിനിമം നിങ്ങൾ സർവീസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് 1500 രൂപ പിഴയാണെന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മേക്ക് ഷുവർ തിങ്സ് ഡോണ്ട് വർക്കിന്റെ ഭാഗമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ബാങ്കിൽ ഇരിക്കാൻ പാടില്ല. ടാറ്റാ സ്റ്റീലിന്റെ അഡ്വർടൈസ്മെന്റ് 1990-കളിൽ വളർന്നു വന്ന ജനറേഷൻ അറിയാം. ആ ടാറ്റാ സ്റ്റീലിന്റെ ഒരു ആഡ് ഉണ്ട്, അഡ്വർടൈസ്മെന്റ് പരസ്യം. ആ പരസ്യം ഒരു 32 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന പരസ്യമാണ്. 8-10 സീരീസ് അതിന്റെ ഇറങ്ങിയിട്ടുണ്ട്. ആ പരസ്യത്തിൽ അവർ പറയുന്നുണ്ട് അവരുടെ മനുഷ്യത്വപരമായ കാര്യങ്ങൾ ടാറ്റ എന്തൊക്കെ ചെയ്യുന്നു. ഞങ്ങൾ ആശുപത്രികൾ ഉണ്ടാക്കി പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്നു, ഞങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ഏറ്റവും അവസാനം അതിന്റെ ഒരു സൈനിങ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. വിട പറയുമ്പോൾ പറയുന്ന വാക്യം, വി ഓൾസോ മേക്ക് സ്റ്റീൽ, ഞങ്ങൾ സ്റ്റീലും ഉണ്ടാക്കുന്നു. ഇന്ന് നമ്മൾ പറയേണ്ടി വരികയാണെന്ന്. പൊതുമേഖലാ ബാങ്കിൽ ഇരുന്നിട്ട് രാവിലെ 9 മണിക്ക് വന്ന് APY വിറ്റ് ബാത്റൂമിൽ പോയി, ബ്രാഞ്ച് മാനേജർ ബാത്റൂമിൽ പോയി അത് ക്ലീൻ ആണോ നോക്കണം, സ്വച്ഛ് ഭാരത്. അത് ക്ലീൻ ആണോ നോക്കി റോഡ് മുഴുവൻ തൂത്ത് വൃത്തിയാക്കി ഈ രാജ്യത്ത് വിൽക്കുന്ന സകല സാധനങ്ങളും പൊതുമേഖലാ ബാങ്കിൽ ഇരുന്ന് വിറ്റ്, ഏതാ മ്യൂച്വൽ ഫണ്ട്, ഇൻഷുറൻസ്, APY തുടങ്ങി സകലമായ സാധനങ്ങളും ബാങ്കിൽ ഇരുന്ന് വിറ്റ് അവിടെ ഡെപ്പോസിറ്റ് ഇടാനും ലോൺ എടുക്കാനും വരുന്ന പാവപ്പെട്ടവരെ മുഴുവൻ ഇന്ന് സമയമില്ല പോ എന്ന് പറഞ്ഞ് ആട്ടി ഓട്ടിച്ച് ക്യാമ്പയിനുകൾക്ക് മുകളിൽ ക്യാമ്പയിനുകൾ ചെയ്ത് മേക്ക് ഷുവർ തിങ്സ് ഡോണ്ട് വർക്ക്. അവസാനം രാവിലെ മുതൽ വൈകുന്നേരം വരെ അങ്ങും ഇങ്ങും അലഞ്ഞ് തെണ്ടി തിരിഞ്ഞ് ബാങ്കിനുള്ളിൽ വന്ന് കയറി രാത്രി 8 മണിക്കും 9 മണിക്കും പൊതുമേഖലാ ബാങ്കുകളുടെ വാതിലുകൾ അടച്ച് പുറത്തു പോകുന്ന നമ്മൾ ഓരോരുത്തരും പറയേണ്ട ഒരു സൈനിങ് ഓഫ് സ്റ്റേറ്റ്മെന്റ് കൂടി ഉണ്ട് കേട്ടോ. വി ഓൾസോ ഡു ബാങ്കിങ്. ഇത് പറഞ്ഞു വേണം നിങ്ങൾ പുറത്തു പോകാൻ. വി ഓൾസോ ഡു ബാങ്കിങ്. ടാറ്റാ സ്റ്റീലിനെ മനസ്സിലാലോചിച്ചാൽ മതി. അപ്പോ മേക്ക് ഷുവർ തിങ്സ് ഡോണ്ട് വർക്ക്, പീപ്പിൾ ഗെറ്റ് ആംഗ്രി. ജനങ്ങൾക്ക് കരിവില്ല അല്ലേ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു മനുഷ്യനെ തലയടിച്ച് പൊട്ടിച്ച് അവിടെ കാട്ടൂര് റോഡിലിട്ടപ്പോ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, ഞങ്ങളുടെ മാനേജർ തല്ലിക്കൊണ്ടേ. അതിന്റെ താഴെ നാട്ടുകാര് മുഴുവനും തെളിയുടെ അഭിഷേകമാണ്. നിനക്ക് അങ്ങനെ തന്നെ വേണം ഇവിടെ, നിനക്ക് ഞാൻ ഒരെണ്ണം തരണമെന്ന് വെച്ചതാണ്, എന്റെ കൈ കിട്ടിയില്ല അതുകൊണ്ടാണ് അവന് കിട്ടിയത്, ഇരുമ്പ് പടി കൊണ്ടാണോ അടിച്ചത്, അവൻ ചത്തില്ലേ, ഇങ്ങനെയൊക്കെയാ. എങ്ങനെ നാട്ടുകാർ പറയാതിരിക്കും? അവനെ ബാങ്കിനകത്ത് കയറാൻ സമ്മതിക്കുന്നുണ്ടോ ഇപ്പോ? ഇല്ല. മാനേജർ എവിടാന്ന് ചോദിക്കുമ്പോൾ മാനേജർ ക്യാഷിനകത്തിരിക്കുക. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ പറയുന്ന ബാങ്കുകളിൽ നിന്നും പുറത്തുപോയി വിരമിച്ച് പുറത്തുപോയവർക്ക് പകരമായി റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടില്ല.
അജണ്ടയാണ്. മേക്ക് ഷുവർ തിങ്സ് ഡോണ്ട് വർക്ക്. നിങ്ങൾ ഈ ലോകത്ത് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു MD വിരമിച്ചു പോയി കഴിഞ്ഞാൽ പകരം MD പോസ്റ്റ് ചെയ്യാത്തത്? ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് കേട്ടിട്ടുണ്ടോ? ആഫ്രിക്കയിൽ ഇതൊക്കെ സംഭവിക്കും. ഇന്ന് ലയിച്ചു പോയ ആന്ധ്ര ബാങ്ക്, ഞങ്ങളോടൊപ്പം ലയിച്ചതാ. ആന്ധ്ര ബാങ്കിലെ ഏറ്റവും അവസാനം പിരിഞ്ഞു പോയ പാക്കിസ്വാമി എന്ന MD ചാർജ് എടുക്കുന്നത് 264 ദിവസങ്ങൾക്ക് ശേഷമാണ്. കൃത്യം പഴയ MD വിരമിച്ചിട്ട് 264 ദിവസം ആ ബാങ്കിന് ഒരു MD ഇല്ല. അജണ്ടയാണ്. കാരണം അവിടെ ഒന്നും നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കണ്ടേ? ലയിച്ചു പോയില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ. ആ ബാങ്കിനെ നയിക്കാൻ ആളില്ല. ബാങ്ക് ഓഫ് ബറോഡയുടെ സഖാക്കളോടുണ്ടെങ്കിൽ അറിയാം. ജയകുമാർ എന്ന് പറയുന്ന PS ജയകുമാർ എന്ന് പറയുന്ന അവരുടെ MD റിട്ടയർ ചെയ്ത് പോയതിനു ശേഷം 3 ദിവസങ്ങൾക്ക് ശേഷം അടുത്ത MD അവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അജണ്ടയാണ് ഇതൊക്കെ. മേക്ക് ഷുവർ തിങ്സ് ഡോണ്ട് വർക്ക്, പീപ്പിൾ ഗെറ്റ് ആംഗ്രി. അവസാനം ഈ രാജ്യത്തെ ജനങ്ങൾ പറയും, നിങ്ങൾ ഈ നികുതി പണം തിന്നു മുടിക്കുന്നവരാണ്, ഞങ്ങൾക്ക് നിങ്ങളെ വേണ്ട. അങ്ങനെ പറയിപ്പിച്ചു. എന്നിട്ട് പ്രൈവറ്റ് ബാങ്കുകളാണ് ഇതിന്റെ പരിഹാരം. പ്രൈവറ്റ് ബാങ്കിൽ വന്നാൽ നിങ്ങൾക്ക് ചായ തരും, വട തരും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് തരും, വായ്പ തരും, മ്യൂച്വൽ ഫണ്ട് തരും, നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ വരും, ബാങ്കിംഗ് സേവനങ്ങൾ പടിവാതിൽക്കലെത്തും എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അതിനോടൊപ്പം ഈ പറയുന്ന പൊതുമേഖലാ ബാങ്കിലെ ജീവനക്കാരെ പുറത്ത് കണ്ടാൽ നാട്ടുകാർ കൈവെക്കുന്ന നിലയിലേക്ക് ഇവർ പ്രചരിപ്പിച്ചു. ഗീബൽസിയൻ നുണകൾ പറഞ്ഞ് രാജ്യത്തിന്റെ ചരിത്രം വളച്ചൊടിക്കുന്നവർ, ഈ രാജ്യത്തിന്റെ പാരമ്പര്യം തിരുത്തുന്നവർ, അവർക്ക് ഇതൊക്കെ വളരെ എളുപ്പമാണ്. അപ്പൊ നമ്മളൊക്കെ ഈ മാടമ്പടിയിൽ ഇരുന്ന് ഇവിടെ എന്താണ് നടക്കുന്നത് എന്നറിയാതെ ന്യൂറോസിന്റെയും സൈക്കോസിന്റെയും അനന്ത മേഖലകൾ താണ്ടി നമ്മളെ ഭരിക്കുന്നവർ മുന്നോട്ട് പോയപ്പോഴും ആ ഭ്രാന്തെല്ലാം ആസ്വദിച്ച് ഈ രാജ്യം മറ്റെന്തോ നിലയിലേക്ക് ഉയരുകയാണ് എന്ന് സ്വപ്നം കണ്ട് ഇപ്പോഴും സ്വകാര്യവൽക്കരണത്തെ വരവേൽക്കാൻ പരവതാനി വിരിച്ചിരിക്കുന്നവരോടാണ് പറയുന്നത്, ഇവിടെ സ്വകാര്യ ബാങ്കുകളല്ല ഈ രാജ്യത്തിന്റെ ആവശ്യം, സ്വകാര്യവൽക്കരണമല്ല ഇതിനൊരു പരിഹാരം. Privatization is not panacea for this issue. ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് പറയുമ്പോൾ ഇതിന്റെ ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ രാജ്യത്ത് 1285 ബാങ്കുകൾ തകർന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം മാത്രം പ്രൈവറ്റ് ബാങ്കുകളാണ്. ഇത്രയും എഫിഷ്യന്റ് ആണെങ്കിൽ എങ്ങനെ അവർ തകർന്നു? ഈ രാജ്യത്ത് സിസ്റ്റമിക്കലി ഇമ്പോർട്ടന്റ് ബാങ്കുകൾ എന്ന് അവകാശപ്പെടുന്ന 3 ബാങ്കുകളേ ഉള്ളൂ. എന്താ സിസ്റ്റമിക്കലി ഇമ്പോർട്ടന്റ് ബാങ്ക്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്ന സിസ്റ്റമിക്കലി ഇമ്പോർട്ടന്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 2% മുകളിൽ നിങ്ങളുടെ ബാങ്ക് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സിസ്റ്റമിക്കലി ഇമ്പോർട്ടന്റ് ബാങ്കാണ്. നമ്മുടെ രാജ്യത്തെ സിസ്റ്റമിക്കലി ഇമ്പോർട്ടന്റ് ബാങ്കിൽ ആദ്യത്തെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഊഹിക്കാൻ പറ്റും. പെട്ടെന്ന് പറയൂ, ഏതാ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഈ രാജ്യത്തെ ആദ്യത്തെ സിസ്റ്റമിക്കലി ഇമ്പോർട്ടന്റ് ബാങ്ക്. അത് കഴിഞ്ഞിട്ട് അവഗണിക്കുന്നത്. അടുത്ത 2 സിസ്റ്റമിക്കലി ഇമ്പോർട്ടന്റ് ബാങ്കിൽ ഒരെണ്ണം ICICIയും HDFCയുമാണ്. സിസ്റ്റമിക്കലി ഇമ്പോർട്ടന്റ് ബാങ്കാണ്. എന്താ സിസ്റ്റമിക്കലി ഇമ്പോർട്ടന്റ് ബാങ്കിന്റെ പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ റിസർവ് ബാങ്ക് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ടു ബിഗ് ടു ഫെയിൽ. ടു ബിഗ് ടു ഫെയിൽ എന്ന് കേൾക്കുമ്പോൾ ടൈറ്റാനിക് കപ്പൽ നമുക്ക് ഓർമ്മ വരും. ടൈറ്റാനിക് കപ്പൽ ഉണ്ടാക്കിയവരോട് അന്നത് കണ്ടുനിന്ന ജനങ്ങൾ അവരോട് ചോദിച്ചു, എന്താ ഈ കപ്പലിന്റെ പ്രത്യേകത? ഇത് തകരില്ല. കാരണം പറഞ്ഞില്ലല്ലോ സാർ. ഇത് തകരില്ല, കാരണം ഇത് അത്രമേൽ വലുതാണ്, ഇത് തകരില്ല. അതാ ഐസ് ഇതിനകത്ത് തകർന്നു മഞ്ഞുമലയിൽ. അപ്പോ അത്ര കണ്ട് വലുതാണ്, തകരില്ല എന്ന് അവകാശപ്പെടുന്ന സിസ്റ്റമിക്കലി ഇമ്പോർട്ടന്റ് ബാങ്കായ HDFCയും ICICIയും സ്വകാര്യവൽക്കരണമാണ് ഇതിനെല്ലാത്തിനുമുള്ള പരിഹാരമെങ്കിൽ, സ്വകാര്യ ബാങ്കുകളാണ് നമുക്ക് വേണ്ടതെങ്കിൽ, അവിടെ നടന്ന ചതിക്കും വഞ്ചനയ്ക്കും ആരുത്തരം പറയും? ICICI ബാങ്കിന്റെ MD ആയിരുന്ന ചന്ദ കൊച്ചാർ വീഡിയോകോണിന്റെ ചെയർമാൻ വേണുഗോപാൽ ദൂതുമായി നടത്തിയ കള്ളക്കളികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ച് അവര് FIR ഫയൽ ചെയ്ത് സാക്ഷികളെ വിസ്തരിക്കാനും പ്രതികളെ ചോദ്യം ചെയ്യാനുമായി പോയവർ ചിരിച്ച് മണ്ണ് കത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ. കാരണം എന്താ? 100 കമ്പനികളാണ് വീഡിയോകോണിന് വായ്പ എടുത്തിരിക്കുന്നത്. 3250 കോടി വായ്പ എടുത്തിരിക്കുന്നത് 100ഓളം കമ്പനികളാണ് വീഡിയോകോണിന്റെ. ഈ വീഡിയോകോണിന്റെ കമ്പനിയുടെ ഡയറക്ടർമാരെ അറസ്റ്റ് ചെയ്യാൻ ചെന്നു. ലക്ഷ്മികാന്ത് ഇവിടെ എന്ന ചോദ്യവുമായി ഈ
ED ഉദ്യോഗസ്ഥൻ ഒരു കമ്പനിയുടെ ഡയറക്ടർ ലക്ഷ്മികാന്തിനെ അന്വേഷിച്ച് വേണുഗോപാൽ ദൂതിന്റെ വീട്ടിലെത്തിയപ്പോ ഒരു മനുഷ്യൻ ആ പൂന്തോട്ടത്തിൽ ഇരുന്ന് പുല്ല് പറിക്കുക. പേര് സർ ലക്ഷ്മികാന്ത്. നിങ്ങൾ ഇന്ന കമ്പനിയുടെ ഡയറക്ടറാണ്? അല്ല സാർ, ഞാനിവിടെ പൂന്തോട്ട പണിക്കാരനാണ്. കഴിഞ്ഞ 10 വർഷമായി ഞാൻ ഇവിടെ പൂന്തോട്ടം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഈ പറയുന്ന ഗാർഡനറാണ് ഞാൻ. എനിക്ക് 10,000 രൂപ ശമ്പളം തരുന്നുള്ളൂ. പക്ഷെ എന്റെ ആധാരം പാൻ കാർഡും ഒക്കെ സാറ് വാങ്ങിച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒപ്പിടിച്ചുകൊണ്ട് പോകാറുണ്ട്. ഇങ്ങനെ അവിടുത്തെ തോട്ടപ്പണിക്കാരൻ, അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികളെ എല്ലാവരെയും ഡയറക്ടർമാരാക്കി 100ഓളം കമ്പനികൾ തുടങ്ങി. ആ 100ഓളം ഷെൽ കമ്പനികളെ ഉപയോഗിച്ച് 3250 കോടി രൂപ കടത്തിക്കൊണ്ടുപോയത് ICICI ബാങ്കിൽ നിന്നാണ്, സ്വകാര്യ ബാങ്കിൽ നിന്നാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ സ്വകാര്യവൽക്കരണമല്ല ഇതിന്റെ പരിഹാരം എന്ന് നമ്മൾ മനസ്സിലാക്കി, ഇതല്ല പരിഹാരമെന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ മനസ്സിലാക്കി, ഏറ്റവും കൂടുതൽ കള്ളക്കളികൾ നടക്കുന്നതും ഫ്രോഡുകൾ നടക്കുന്നതും ഈ രാജ്യത്തെ സ്വകാര്യ ബാങ്കുകളിലാണ് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി, പൊതുമേഖലാ ബാങ്കുകളിൽ രാഷ്ട്രീയ ഇടപെടലുകളില്ല എങ്കിൽ ഞങ്ങൾ മര്യാദയ്ക്ക് പണിയെടുത്ത് ഇത് ലാഭത്തിലാക്കി തരാം എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കി, ഈ സമരത്തോടൊപ്പം അവരെയും ചേർത്ത് ഇതൊരു മഹാസമരമാക്കി. ഈ ചെറിയ ചെറിയ പന്തലുകളിൽ ഈ സമരം ഒതുങ്ങാതെ ഈ രാജ്യത്തെ ജനമനസ്സുകളിലേക്ക് പടരാൻ ഈ സമരത്തിന് സാധിക്കണം. എങ്കിൽ മാത്രമേ ഈ സമരം നമ്മൾ വിജയിക്കൂ. ഒരു ചെറിയ കഥ പറഞ്ഞ് ഞാൻ എന്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു സന്യാസി ഉണ്ടായിരുന്നു ഒരു ഗ്രാമത്തിൽ. ആ ഗ്രാമത്തിലെ സന്യാസി ഭാവി പ്രവചിക്കുന്നതിൽ അഗ്രഗണ്യനായിരുന്നു. അദ്ദേഹം ഭാവി പ്രവചിച്ചുകൊണ്ടേയിരുന്നു. ഭാവി പ്രവചിച്ച് അദ്ദേഹം വലിയ പ്രശസ്തനായി അദ്ദേഹത്തിന്റെ പ്രശസ്തി ഗ്രാമാന്തരങ്ങളിൽ നിന്ന് ഗ്രാമാന്തരങ്ങളിലേക്ക് പടർന്നുപോയി. അപ്പോൾ വളരെ കുസൃതിയുള്ളൊരു കുഞ്ഞുകുട്ടി തീരുമാനിച്ചു, ഈ സന്യാസിയുടെ കള്ളത്തരം പൊളിക്കണമല്ലോ, ഈ സന്യാസിയെ ഒന്ന് എക്സ്പോസ് ചെയ്യണം, ആളുകൾക്കിടയിൽ ഒന്ന് കളിയാക്കണം. അതുകൊണ്ട് ഈ കുട്ടി വിചാരിച്ചു, ഞാൻ ഇദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കും. പുറപ്പെട്ടു കുട്ടി ആ ഗ്രാമത്തിൽ നിന്ന്. പോകുന്ന വഴിയെ ഒരു കുഞ്ഞു ചിത്രശലഭത്തെ കുട്ടി കൈക്കുള്ളിലാക്കി. അതിനുള്ളിൽ ഈ ചിത്രശലഭത്തെ വെച്ച് നടക്കുക. ഈ കുട്ടി ആ സന്യാസിയുടെ അടുത്തെത്തിയപ്പോ ആ സന്യാസിക്ക് ചുറ്റും ആയിരക്കണക്കിന് ജനങ്ങളാണ്. ആളുകൾക്ക് എല്ലാവർക്കും ഭാവി അറിയണം. നമുക്ക് നമ്മുടെ വർത്തമാനകാലത്തെ കുറിച്ച് യാതൊരു ആശങ്കയില്ല. നമുക്ക് എല്ലാവർക്കും അറിയേണ്ടത് നമ്മുടെ ഭാവിയാണ്, നാളെ എന്താകും എന്നുള്ളതാണ്, അല്ലേ? അതാണ് നമ്മുടെ സ്വാഭാവികമാണല്ലോ. കാരണം നമ്മൾക്ക് എന്ത് സംഭവിക്കും എന്നറിയാനാണ് എല്ലാവർക്കും താല്പര്യം. ഭാവി അറിയാൻ കൂടി നിന്ന് ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിലേക്ക് കുട്ടി വളരെ സന്തോഷത്തോടു കൂടി കയറി ചെന്നു. ഈ നാട്ടുകാരുടെ എല്ലാം മുമ്പിലിട്ട് എനിക്ക് ഈ സന്യാസിയെ പൊളിച്ചു കാണിക്കാൻ പറ്റും, തുറന്നു കാണിക്കാൻ പറ്റും എന്ന ആത്മവിശ്വാസത്തോടെ കയറി ചെന്നു. ആ സന്യാസി ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി ഈ കുട്ടിയെ വരവേറ്റു. എന്താ മോനെ? കുഞ്ഞു ചോദിച്ചു, എന്റെ കൈക്കുള്ളിൽ ഒരു ചിത്രശലഭമുണ്ട്. ഈ ചിത്രശലഭത്തിന്റെ ഭാവി എന്താണ്? ഇത് മരിക്കുമോ ജീവിക്കും? പെട്ടില്ലേ സന്യാസി പെട്ടു. കാരണം എന്താ? ഈ സന്യാസി പറയും, ഈ ചിത്രശലഭം ജീവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈക്കുള്ളിലാക്കി ഇതിനെ ചെറുതായി ഒന്ന് ഞെരിച്ച് ഈ ചിത്രശലഭത്തെ കൊന്ന് കുട്ടി ഉള്ളം കൈ തുറന്ന് കാണിക്കും. സന്യാസിക്ക് തെറ്റിപ്പോയി. ഇനി ഈ സന്യാസി പറയുക, ഇത് മരിക്കും എന്ന് പറഞ്ഞാൽ ഞെരിക്കാതെ പതിയെ ഈ കൈവിരലുകൾ വളർത്തി ഈ ചിത്രശലഭത്തെ വാനിലേക്ക് സ്വതന്ത്രയാക്കി വിടും. കുളിക്കുന്ന ചോദ്യമാട്ടോ ആ കുട്ടി കൊടുത്തു. സന്യാസി ഒട്ടും ആലോചിക്കാതെ ആ കുഞ്ഞിനോട് പറഞ്ഞു, കുഞ്ഞെ, ഈ ചിത്രശലഭത്തിന്റെ ഭാവി നിന്റെ കയ്യിലാണെന്ന്, ഈ ചിത്രശലഭത്തിന്റെ ഭാവി നിന്റെ കയ്യിലാണ് എന്ന് ആ സന്യാസി ഒരു ചെറുപുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ ആ കുഞ്ഞു മനസ്സ് ഒരുപാട് ചിന്തിച്ചു. ആ മനസ്സ് ചിന്തിച്ചതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക. ഈ സമരത്തിന്റെ ഭാവി, ഈ രാജ്യത്തിന്റെ ഭാവി, ഈ രാജ്യത്തെ ഭരണഘടനയുടെ ഭാവി, ഈ രാജ്യത്തെ മതനിരപേക്ഷതയുടെ ഭാവി, ഈ രാജ്യത്തെ പൊതുമേഖലയുടെ ഭാവി ഈ ഇരിക്കുന്ന നിങ്ങളിലാണ്, നിങ്ങളുടെ കൈകളിലാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ സമര സഖാക്കളെയും ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ വിപ്ലവാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.